ഹലോ നമസ്തേ ഫ്രണ്ട്സ്. നമ്മൾ രുദ്രാക്ഷത്തെ പറ്റിയുള്ള വീഡിയോസാണ് ഇപ്പം കുറച്ച് നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ബോറിംഗ് ആയില്ല എന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിറ്റേഷൻ ടൂൾ ആയതുകൊണ്ടാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രുദ്രാക്ഷം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എനർജൈസ് അതിനെ പവർഫുൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്ന ഒരു പാർട്ട് ചെയ്തു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ്. അപ്പോൾ രുദ്രാക്ഷം നമ്മൾ പവറൈസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ശക്തി ചോരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് നമ്മൾ രുദ്രാക്ഷം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കുറഞ്ഞ് പറഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ രുദ്രാക്ഷം അതിരാവിലത്തെ സൂര്യപ്രകാശം ഉണ്ടല്ലോ, അത് രുദ്രാക്ഷം 2 മിനിറ്റ് കുളിച്ച് കഴിഞ്ഞാൽ രുദ്രാക്ഷത്തിന് നല്ല ശക്തിയോടെ നിലനിൽക്കാൻ സാധിക്കും, ശക്തി ചോരാതെ നിലനിൽക്കാൻ സാധിക്കും. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയുന്നത് അതിനാണ്. രാവിലെ എണീറ്റ് നമ്മൾ ടെറസിൽ എവിടെയെങ്കിലും നല്ല വെയിലുള്ള സ്ഥലത്ത് പോയി നിന്നിട്ട് രുദ്രാക്ഷം നമ്മൾ വെയിൽ കൊള്ളുന്ന രീതിയിൽ പുറമേ ധരിച്ചുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. 2 മിനിറ്റോളം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആ രുദ്രാക്ഷത്തിലേക്ക് ആ സൂര്യപ്രകാശത്തിൻ്റെ എനർജി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതൊരു ടൂളാണ്, അതൊരു വേ ആണ് രുദ്രാക്ഷത്തിനെ പവറൈസ് ചെയ്യാൻ വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പൂർണ്ണചന്ദ്രനുള്ള ദിവസമില്ലേ, പൂർണ്ണചന്ദ്രനുള്ള ദിവസം നമ്മൾ രുദ്രാക്ഷം ജനലിൻ്റെ അരികിലോ അല്ലെങ്കിൽ ടെറസിൽ പോയി നിൽക്കാനുള്ള ടെറസിൽ പോയി നിൽക്കാം. ഈ പൂർണ്ണചന്ദ്രൻ്റെ ആ ഒരു പ്രകാശം കിട്ടുന്ന രീതിയിൽ നമ്മൾ രുദ്രാക്ഷത്തെ പിടിക്കുക. അല്ലെങ്കിൽ ഭദ്രമായിട്ട് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞിട്ട് ആ പൂർണ്ണചന്ദ്രൻ്റെ ആ നിലാവെളിച്ചം നമ്മൾ കുറച്ച് നേരം കൊള്ളിപ്പിക്കുക രുദ്രാക്ഷത്തെ 2 മിനിറ്റോളം. അങ്ങനെ രുദ്രാക്ഷത്തിന് അതിൻ്റെ പവർ കൂടും, എനർജി കൂടും. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതിന് അത് കാരണമാകുമെന്നാണ് പറയുന്നത്. അല്ല, ആകും, ഷുവറായിട്ടും ആകും. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ രുദ്രാക്ഷത്തെ എനർജൈസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ രുദ്രാക്ഷത്തെ പറ്റിയിട്ടുള്ള എന്തുകൊണ്ടാണ് 108 ടൈംസ് നമ്മൾ മന്ത്രം ജപിക്കുന്നത്, രുദ്രാക്ഷത്തിൽ എന്തുകൊണ്ടാണ് 108 മണികളുള്ളതെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമസ്തേ.